Hello all. In today's video, we are going to learn box model. അതായത് സി എസ് എസിൽ ബോക്സ് മോഡലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഫയലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിൽ ഈ ഒരു ക്ലാസ്സിൽ ഈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് യൂസ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ സി എസ് എസ് തന്നെ ആയിരിക്കും. അത് കാരണം ഒരു പേജിൽ തന്നെ സ്റ്റൈൽസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരൂടെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളതും കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ടെംപ്ലേറ്റ് എടുക്കുന്നുണ്ട്. ബേസിക് ടെംപ്ലേറ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വി എസ് കോഡ് എച്ച് ടി എം എല്ലിൻ്റെ ബേസിക് ടെംപ്ലേറ്റ് നമുക്ക് തരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതൊക്കെ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻറ്റേർണൽ സി എസ് എസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡിനുള്ളിൽ ഇതിനുള്ളിലായിരിക്കും ഞാൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ബോക്സ് മോഡലാണ്. അപ്പം നമ്മളിവിടെ ഞാനൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. H1 ടാഗിന് മുമ്പായിട്ട് H1 ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ H1 ടാഗിനകത്ത് ജസ്റ്റ് എന്തെങ്കിലും ഡേറ്റ വെൽക്കം ടു സൈറ എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും ലൈവ് സെർവർ റണ്ണിങ് ആണ്. അപ്പോൾ ഞാനിവിടെ അതിന് ശേഷം ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു പി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. പി ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലോറം ഇപ്സം എടുക്കുന്നു. ലോറം ഇപ്സം നമുക്കറിയാം ഡെവലപ്പേഴ്സ് ഡമ്മി ഡേറ്റയ്ക്ക് വേണ്ടി ഇപ്പോൾ പാരഗ്രാഫായിട്ട് ഡേറ്റയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ലോറം ഇപ്സം യൂസ് ചെയ്തിട്ട് ലോറം ഇപ്സം എന്ന് പറയുന്ന ഒരു ഡമ്മി ഡേറ്റ ഉണ്ട്. അത് നമ്മൾ പാരഗ്രാഫായിട്ട് പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ വി എസ് കോഡിൽ നമുക്കത് വി എസ് കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലോറം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു ലോറം ഇപ്സം എന്ന് പറയുന്ന ഒരു ഡമ്മി ഡേറ്റ നമുക്കിവിടെ തരും. ജസ്റ്റ് ഒരു പാരഗ്രാഫിന് വേണ്ടിയുള്ള ഡേറ്റ മാത്രം, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനകത്തിൽ. നമുക്കിവിടെ H1 ടാഗും ഉണ്ട് പി ടാഗും ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്രൗസറിൽ കാണാൻ പറ്റും. ഞാനിവിടെ ഇൻസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിത് ഡേറ്റ കിട്ടും. ഇൻസ്പെക്ട് എടുക്കണേ നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാ ബ്രൗസറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ചൂസ് ചെയ്യുക. ബോഡിക്കുള്ളിൽ ഞാൻ ഇവിടെ പി ടാഗും H1 ടാഗും ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഞാനിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൗസ് ഹോവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഒരു ബോക്സ് രീതിയിൽ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ രീതിയിലാണ് അവിടെ ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ രീതി കാണിച്ചു തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ടി എം എല്ലിൽ നമ്മൾ എന്ത് കൊടുത്താലും, അതായത് എച്ച് ടി എം എല്ലിൽ ഒരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ബോക്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് ഇമേജ് ടാഗ് ആയിക്കോട്ടെ, H1 ടാഗ് ആയിക്കോട്ടെ, പി ടാഗ് ആയിക്കോട്ടെ, എന്തും നമ്മൾ എച്ച് ടി എം എല്ലിൽ എന്ത് ക്രിയേറ്റ് ചെയ്താലും അതിനൊരു ബോക്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ബോക്സ് കാണാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. ഇൻറ്റേർണലി ആണത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബോക്സ് കിട്ടുന്നുണ്ട്. H1 ടാഗിനും പി ടാഗിനും നമ്മൾ ബോക്സ് മോഡലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും ബോക്സിൻ്റെ സൈസും വിഡ്ത്തും ഹൈറ്റും അങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് പഠിച്ചതിന് ശേഷം ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ ഈ ബോക്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈറ്റും വിഡ്ത്തുമാണ്. ഓക്കെ, ഞാൻ സ്റ്റൈലിനുള്ളിൽ സ്റ്റൈൽ എഴുതാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു ക്ലാസ് കൊടുക്കുകയാണ് H1ന്. നിങ്ങൾക്ക് ഏത് സെലക്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എലമെൻറ്റ് സെലക്ടർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്ലാസ് സെലക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഹെഡിങ്ങിന് ഞാൻ ഹെഡിങ് എന്ന് തന്നെ പേര് കൊടുക്കാം. അതുപോലെ തന്നെ പാരഗ്രാഫിന് ജസ്റ്റ് ക്ലാസ്സിന് പാരാന്ന് പേര് കൊടുക്കാം. നെയിമിംഗ് ഒന്നും ഇപ്പോൾ നോക്കണ്ട, നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പം സ്റ്റൈൽ ഇട്ടതിന് ശേഷം ഞാൻ ഡോട്ട് യൂസ് ചെയ്തിട്ട്, നമുക്കറിയാം ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സിനെ വിളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഡോട്ട് യൂസ് ചെയ്ത് ഞാൻ ഹെഡിങ് കൊടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഞാൻ സ്റ്റൈൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇൻസ്പെക്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വിഡ്ത്ത് എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാനിവിടെ കൊടുക്കുകയാണ്. ഹൈറ്റ്, അതായത് ഈ ഒരു ബോക്സ് നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും, അതായത് എച്ച് ടി എം എല്ലിനകത്ത് എന്തൊരു എലമെൻറ്റ് നമ്മൾ എഴുതിയാലും അതിനെ ബോക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ബോക്സിൻ്റെ ഹൈറ്റിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോക്സ് പ്രോപ്പർട്ടിയിൽ ഹൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈറ്റ് ഞാനൊരു 300 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഹൈറ്റ് 300 പിക്സൽ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലോറോ ഇപ്സം എന്ന് പറയുന്ന പാരഗ്രാഫ് താഴേക്ക് മാറി അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഞാനിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് മാറിയിട്ടുണ്ട്. അതായത് കൊടുത്തിരിക്കുന്ന 300 പിക്സലിലേക്ക് അതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ബോക്സിൻ്റെ, അതായത് H1 നിൽക്കുന്ന ആ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 300 പിക്സലിലേക്ക് അവിടെ വന്നിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ഈ ഒരു ഹെഡിങ്ങിന് കൊടുക്കുന്നില്ല, നമുക്ക് ഈ പാരഗ്രാഫിന് സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ അത് ഇച്ചിരി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ പാരഗ്രാഫിന് സ്റ്റൈല് ഹൈറ്റ് കൊടുക്കുകയാണ്. ഹൈറ്റ് ഒരു 200 പിക്സൽ കൊടുക്കാം. 200 പിക്സൽ ഒന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മാറ്റങ്ങളൊന്നും കാണത്തില്ല. ബട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും ആ 200 പിക്സലോടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടി 400 പിക്സൽ കൊടുത്ത് നോക്കാം. 400 പിക്സൽ കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഞാൻ ആ ഒരു പി ടാഗ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 400 പിക്സൽ ഹൈറ്റ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. ഒരു റെഡ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഹൈറ്റ് നമ്മൾ മാറ്റുമ്പോൾ. ഇപ്പോൾ ഞാനിത് ഒരു 300 പിക്സൽ ആകുന്ന സമയത്ത് ആ ഒരു ഹൈറ്റിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ ബോക്സിന് മൊത്തത്തിലാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ആ ബോക്സിന് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കാര്യം മീൻസ് ഹൈറ്റ് മാറുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാനൊരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് 100 പിക്സൽ വിഡ്ത്തിലേക്ക് വന്നു. അത് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വിഡ്ത്ത്. ഹൈറ്റ് എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹൈറ്റും വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 കൊടുത്തു കഴിഞ്ഞാൽ 300 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ 300 പിക്സലിൽ ഹൈറ്റിലും 300 പിക്സൽ വിഡ്ത്തിലുമുള്ള ഒരു ബോക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് മോഡലിലെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോർഡർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ബോർഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോർഡർ എന്ന് പറയുമ്പം എല്ലാ എലമെൻസിനും ഒരു ബോർഡർ ഉണ്ടായിരിക്കും. ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിന് ചുറ്റും ഒരു ബോർഡർ ഉണ്ടായിരിക്കും. നമുക്ക് ആ ബോർഡറിൻ്റെ പ്രോപ്പർട്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ബോർഡർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോർഡറിനകത്ത് 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്, അതായത് നമുക്ക് എത്ര തിക്നെസ്സിലുള്ള ബോർഡർ വേണം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 10 പിക്സൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ 10 പിക്സൽ കൊടുക്കുന്നു. 10 പിക്സൽ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ പ്രോപ്പർട്ടി 10 പിക്സൽ കൊടുത്തു. 3 പ്രോപ്പർട്ടീസാണ് നമുക്ക് ബോർഡറിനകത്ത് കൊടുക്കാൻ പറ്റുക. ഫസ്റ്റ് ഞാൻ 10 പിക്സൽ കൊടുത്തു. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്പാണ്. ഏത് ടൈപ്പുള്ള ബോർഡർ വേണം. ഡിഫറൻറ്റ് ടൈപ്സിലുള്ള ബോർഡേഴ്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ സോളിഡ് എന്നാണ് കൊടുക്കുന്നത്. സോളിഡൊക്കെ എന്താണെന്ന് കാണിച്ചു തരാൻ. കണ്ടില്ല, സോളിഡ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബോർഡർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബൈ ഡീഫോൾട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ബോർഡറിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബോർഡറിൻ്റെ കളറിനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കളറൊന്നും കൊടുത്തിട്ടില്ല. ബൈ ഡീഫോൾട്ട് ബ്ലാക്ക് കളറാണ്, അതുകൊണ്ടാണ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ആ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ എന്ന് കൊടുക്കാം. ഗ്രീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കളറിലുള്ള ഒരു ബോർഡർ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ബോർഡറിൻ്റെ തിക്നെസ് വന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 100 പിക്സലാണ്. അപ്പോൾ ഞാനിവിടെ അത് ഒരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ തിക്നെസ് 150 പിക്സൽ അല്ല 50 പിക്സൽ കൊടുത്ത് നോക്കാം. ആ തിക്നെസ് അതനുസരിച്ച് മാറും. ഇങ്ങനെയാണ് നമ്മൾ തിക്നെസ് സെറ്റ് ചെയ്യുന്നത്. 1 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ 1 പിക്സൽ ബോർഡർ ഉണ്ട്, പക്ഷേ നമുക്കത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 10 പിക്സൽ കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ്, നമ്മളൊരു ടൈപ്പ് പഠിച്ചു. സോളിഡ് എന്ന് പറയുന്ന ടൈപ്പ് ഞാൻ കാണിച്ചു തന്നു. സോളിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇതുപോലെ തന്നെ ഡാഷ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡാഷ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഡാഷ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡർ നമുക്ക് കിട്ടും. ഈ ഡാഷ്ഡ് അല്ലാതെ തന്നെ ഡോട്ടഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഡോട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ട് വെച്ചിട്ടുള്ള ഒരു ബോർഡർ നമുക്ക് കിട്ടും. ഞാനൊരു 5 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, 5 പിക്സലിൽ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ബോർഡർ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബോർഡർ പ്രോപ്പർട്ടി പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോർഡർ, ഞാൻ അതിന് മുമ്പായിട്ട് ബോർഡർ ഞാൻ പഴയ പോലെ ആക്കുകയാണ്. സോളിഡ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, സോളിഡ് കൊടുത്തു. 5 പിക്സൽ തന്നെ കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. പാഡിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ആ പാഡിംഗ് ഒന്ന് കാണിച്ചിട്ട്, മീൻസ് ചെയ്ത് കാണിച്ചതിന് ശേഷം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. അപ്പോൾ ഞാൻ പാഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ഞാനൊരു 20 പിക്സൽ പാഡിംഗ് കൊടുക്കുമ്പം അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ. എന്താണ് ആ വ്യത്യാസം? ആ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോർഡറും അകത്തുള്ള കോണ്ടൻറ്റും, അതായത് നമ്മളിപ്പം പാര എന്ന് പറഞ്ഞ് ഈ ഒരു ക്ലാസ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പി ടാഗിനാണല്ലോ. പി ടാഗിനകത്തുള്ള ആ ഒരു കോണ്ടൻറ്റും അതിൻ്റെ ബോർഡറും തമ്മിലുള്ള സ്പേസ്, മീൻസ് അതിനാണ് പാഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കോണ്ടൻറ്റും അതുപോലെ ഈ ഒരു ബോർഡറും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ ഈ ഒരു പാഡിംഗ് എന്ന് പറയുന്നത്. ഞാനത് 20 പിക്സൽ കൊടുത്ത സമയത്ത് ചുറ്റിനും, അതായത് പാഡിംഗ് 20 പിക്സൽ കൊടുത്തപ്പം ഇതിന് ചുറ്റും നേരെ 20 പിക്സൽ അത്
സെറ്റ് ചെയ്തു, അതായത് പാഡിങ് സെറ്റ് ചെയ്തു. പാഡിങ് എന്ന് പറയുന്നത് ബോർഡർ ടു നിങ്ങളുടെ കോണ്ടൻറ്റ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 30 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതനുസരിച്ച് മാറുന്നുണ്ട്. കണ്ടോ, 30 പിക്സൽ. നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഒരു 100 പിക്സൽ കൊടുത്ത് നോക്കാം. 100 പിക്സൽ കൊടുത്ത സമയത്ത് എന്താ, ഈ ബോർഡറും അതിനകത്തുള്ള കോണ്ടൻറ്റും തമ്മിൽ ഇപ്പം 100 പിക്സൽ ഗ്യാപ്പാണുള്ളത്. അപ്പോൾ ഇതാണ് പാഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പഴയ പോലെ തന്നെ 10 പിക്സൽ തന്നെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഞാൻ മാർജിൻ കൊടുത്ത് നോക്കാം. കൊടുത്തതിന് ശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ മാർജിൻ കൊടുത്തു. മാർജിൻ ഒരു 30 പിക്സൽ ഞാനിവിടെ സെറ്റ് ചെയ്തു. മാർജിൻ 30 പിക്സൽ സെറ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്, ഇത് ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് അലൈനായി അല്ലേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമ്മളുടെ ബോർഡർ ഉണ്ടല്ലോ, ഈ ബോർഡറിന് പുറത്തേക്കുള്ളതാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 30 പിക്സൽ കൊടുത്ത സമയത്ത് ഈ ഒരു ബോർഡറും ഇതിൻ്റെ പുറത്തേക്കുള്ള സ്പേസും തമ്മിൽ 30 പിക്സൽ വന്നു. ഇപ്പോൾ ഞാനിവിടെ ഒരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് മാറുന്ന കണ്ടോ. അതായത് പാഡിങ് എന്ന് പറയുന്നത് അകത്തോട്ടാണെങ്കിൽ, ബോർഡറിൻ്റെ അകത്തോട്ടാണ് സ്റ്റൈൽ വരുന്നതെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത് ബോർഡറിന് പുറത്തേക്കായിരിക്കും വരുന്നത്. ഞാനിവിടെ ഒരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പോൾ ചുറ്റിനും 100 പിക്സലാണ് അതിൻ്റെ മാർജിൻ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മാർജിനും പാഡിങ്ങും ഒക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാർജിൻ ലെഫ്റ്റ്, മാർജിൻ റൈറ്റ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മാർജിനും പാഡിങ്ങും കൊടുക്കാൻ പറ്റും. ഞാൻ മാർജിൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾ എക്സാമ്പിളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന എക്സാമ്പിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മാർജിൻ വെച്ചത് കാണിച്ചു തരാം. മാർജിൻ ലെഫ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാൻ യൂസ് ചെയ്യാം. മാർജിൻ ലെഫ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിലെ മാർജിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലെ മാർജിൻ ഞാനൊരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് 100 പിക്സൽ മാറി. അതായത് മാർജിൻ ലെഫ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള മാർജിൻ 100 പിക്സൽ. മാർജിൻ ടോപ്പ് കൊടുത്താണ്. മാർജിൻ ടോപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്, ബോട്ടം ഉണ്ട്. അപ്പോൾ ടോപ്പ് ഞാനൊരു 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ടോപ്പിൽ നിന്ന് താഴേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് 200 പിക്സൽ അത് മാറി കിട്ടും. ഇങ്ങനെയാണ് മാർജിൻ ടോപ്പ്. അതുപോലെ തന്നെ മാർജിൻ ബോട്ടം ഉണ്ട്. മാർജിൻ ബോട്ടം വലിയ രീതിയിൽ നമുക്ക് ഇപ്പം അത് കാണാൻ പറ്റത്തില്ല. കാരണം മാർജിൻ ബോട്ടം ഇപ്പോൾ 50 പിക്സൽ, ഞാനൊരു 500 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരുമോ നോക്കിക്കേ, കണ്ടില്ലേ. അതായത് ഇപ്പം മാർജിൻ ബോട്ടം ഈ ഒരു സ്പേസിലെ മാർജിൻ എന്ന് പറയുന്നത് 500 പിക്സലാണ്. അത്രയും വേണ്ട, അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 100 പിക്സൽ കൊടുക്കാം. അപ്പോൾ 100 പിക്സൽ കൊടുത്തു. അപ്പോൾ ഇതൊരു 100 പിക്സലാണ്. അതായത് ബോട്ടം എന്ന് പറയുന്നത് 100 പിക്സലാണ്, ലെഫ്റ്റ് എന്ന് പറയുന്നത് 100 പിക്സലാണ്, ടോപ്പ് എന്ന് പറയുന്നത് 200 പിക്സലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർജിൻ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് ഉണ്ട്. റൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. മാർജിൻ റൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് മാർജിൻ റൈറ്റ് എന്ന് പറയുന്നത് ഒരു 40 പിക്സൽ കൊടുക്കാം. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും നമുക്കത് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മാർജിൻ ലെഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് 100 പിക്സൽ. അപ്പം ഞാനൊരു 400 പിക്സൽ കൊടുത്താലോ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. നമുക്ക് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഈ മാർജിൻ നമുക്ക് ചുറ്റിനുള്ള മാർജിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർജിൻ ലെഫ്റ്റ്, മാർജിൻ റൈറ്റ്, മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം, ഇതൊക്കെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ 4 പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് മാർജിൻ ലെഫ്റ്റ്, ടോപ്പ്, റൈറ്റ്. മാർജിൻ മാത്രമല്ല, നമുക്ക് പാഡിങ്ങും ഇതേപോലെ കൊടുക്കാൻ പറ്റും കേട്ടോ. പാഡിങ് നമുക്ക് വേണമെങ്കിൽ പാഡിങ് ലെഫ്റ്റ് 50-60 പിക്സൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പാഡിങ് എടുത്ത് കളയുകയാണ്. കണ്ടില്ലേ, പാഡിങ് ലെഫ്റ്റ് 60 പിക്സൽ എന്ന് കൊടുത്ത സമയത്ത് പാഡിങ് ഇവിടെ നിന്ന് ഇവിടെ വരെ 60 പിക്സൽ, അതായത് ലെഫ്റ്റ് സൈഡിലെ പാഡിങ് ആണ് അവിടെ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ പാഡിങ് ടോപ്പ് കൊടുക്കാം. ഞാൻ എല്ലാ പ്രോപ്പർട്ടീസും കാണിച്ച് തരുന്നില്ല, നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് ടോപ്പും ബോട്ടവും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, പാഡിങ് ടോപ്പ്, അതായത് ഈ കോണ്ടൻറ്റും ഈ ബോർഡറും തമ്മിലുള്ള ടോപ്പിലെ സൈസ് എന്ന് പറയുന്നത് 50 പിക്സലായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് പാഡിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 4 കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർജിൻ എഴുതുക. മാർജിൻ പ്രോപ്പർട്ടി നമ്മൾ എഴുതിയതിന് ശേഷം നമുക്ക് ഈ 4 പ്രോപ്പർട്ടിയും ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ഒറ്റ ലൈനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഷോർട്ട് ഹാൻഡോടെ നമുക്കൊന്ന് നോക്കാം. മാർജിൻ മാത്രമല്ല, പാഡിങ് നമുക്ക് അതേപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ മാർജിൻ എന്ന് പറയുന്നത് ഞാൻ ഈ 4 പ്രോപ്പർട്ടി, ഈ ഒരു 100 പിക്സൽ, 200 പിക്സൽ, 100 പിക്സൽ, 400 പിക്സൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഷോർട്ട് ഹാൻഡിൽ കൊടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഒരു ഓർഡർ ഉണ്ട് ഈ കൊടുക്കുന്നതിന്. അതായത് മാർജിൻ നമ്മൾ ഷോർട്ട് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഈ 4 പ്രോപ്പർട്ടീസ് ഒരുമിച്ച് നമ്മൾ കൊടുക്കും. അതായത് ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടവും. അത് കൊടുക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തിലെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ടോപ്പായിരിക്കും. അതായത് ടോപ്പിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ടോപ്പിലെ സൈസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. ടോപ്പിലെ മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര കൊടുത്തിരുന്നത് 200 പിക്സലാണ്. അപ്പോൾ ഞാൻ 200 പിക്സൽ കൊടുത്തു. അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം എന്താ നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ആണ്. ഒരു ക്ലോക്കിനകത്ത് എങ്ങനെയാണോ മറ്റേ സൂചി ഡയൽ കറങ്ങുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഇതും വർക്ക് ചെയ്യുന്നത്. അതായത് ടോപ്പിൽ നിന്ന് ടോപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ടോപ്പിൽ നിന്ന് റൈറ്റിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് ലെഫ്റ്റ്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഷോർട്ട് ഹാൻഡ് കൊടുക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് വരുന്ന ഏതായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ റൈറ്റ് ആണ്. റൈറ്റിൽ എത്ര പിക്സൽ വേണം നമുക്ക്? ഇവിടെ റൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 400 പിക്സലാണ് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് കൊടുത്തു നോക്കാം. 400 പിക്സൽ റൈറ്റ് കൊടുത്തു. ഇനി എന്താ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? നെക്സ്റ്റ് ഫസ്റ്റ് ടോപ്പ് കഴിഞ്ഞു, റൈറ്റ് കഴിഞ്ഞു, ഇനി ബോട്ടമാണ് അല്ലേ. ക്ലോക്ക് കറങ്ങുന്ന അതേ രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ബോട്ടമാണ്. ബോട്ടം ഞാനൊരു ഇവിടെ കൊടുത്തിരിക്കുന്ന സൈസ് തന്നെ കൊടുക്കാൻ ഞാൻ 100 പിക്സൽ കൊടുത്തു. അത് ഷോർട്ട് ഹാൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബോട്ടം ഞാൻ 100 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് വരുന്നത് ലെഫ്റ്റ് ആണ് അല്ലേ. ലെഫ്റ്റ് സൈഡിലെ പ്രോപ്പർട്ടി നമ്മൾ ലെഫ്റ്റ് എത്രയായിരുന്നു കൊടുത്തിരുന്നത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 100 പിക്സലാണ്. 100 പിക്സൽ കൊടുക്കാം. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ നമുക്ക് കിട്ടി. അതായത് ഈ 4 പ്രോപ്പർട്ടീസ് 4 ലൈനിൽ എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് ഒരൊറ്റ ലൈനിൽ ഷോർട്ട് ഹാൻഡായിട്ട് എഴുതാൻ പറ്റും. അത് ടോപ്പായിട്ടാണ്, മീൻസ് നമ്മളൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോക്കുന്നത്. ടോപ്പിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോപ്പാണ് 200 പിക്സൽ. നെക്സ്റ്റ് റൈറ്റ് സൈഡ്, ബോട്ടം, ലെഫ്റ്റ്, ആ ഒരു രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർജിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാഡിങ്ങും ഇതേപോലെ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് പിന്നെയും ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പം ടോപ്പും റൈറ്റും ഒരേ സൈസും, ലെഫ്റ്റും ടോപ്പും ബോട്ടവും സെയിം സൈസ്, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റും സെയിം സൈസ് ആണെങ്കിൽ നമുക്ക് 2 പ്രോപ്പർട്ടി മാത്രമായിട്ട് പാസ് ചെയ്ത് കൊടുത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പാഡിങ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഓൾറെഡി ഉള്ള പാഡിങ് ഞാനത് കളയുകയാണ്. അപ്പോൾ എനിക്ക് പാഡിങ് ടോപ്പും ബോട്ടവും ഒരു സ്റ്റൈൽ തന്നെ ഉള്ളതെന്ന് കരുതുക. അതായത് എനിക്ക് ടോപ്പും ബോട്ടത്തിൻ്റെ പാഡിങ് എന്ന് പറയുന്നത് 200 പിക്സലാണ്. അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും എന്ന് പറയുന്നത് 400 പിക്സലാണ്. അങ്ങനെ കൊടുക്കേണ്ട കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി, ഞാൻ പാഡിങ് ഇതേപോലെ ഷോർട്ട് ഹാൻഡ് കൊടുക്കാം. പാഡിങ്ങിൽ നമുക്ക് 2 പ്രോപ്പർട്ടി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഞാൻ 200 പിക്സൽ കൊടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോപ്പർട്ടി 400 പിക്സൽ കൊടുത്തു. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പും ബോട്ടവും ഇപ്പം നമ്മൾ 2 പ്രോപ്പർട്ടിയാണ് പാസ് ചെയ്യുന്നത് എങ്കിൽ ടോപ്പും ബോട്ടവും 200 പിക്സലും അതുപോലെ ലെഫ്റ്റും റൈറ്റും 400 പിക്സലും അങ്ങനെയായിരിക്കും ഇതെടുക്കുന്നത്. അതായത് ടോപ്പ് ബോട്ടം 200 പിക്സൽ, 400 പിക്സൽ എന്ന് പറയുന്നത് റൈറ്റും ലെഫ്റ്റും. അതായത് 2 പ്രോപ്പർട്ടിയെ നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഷോർട്ട് ഹാൻഡ് ആണ്. ഷോർട്ട് ഹാൻഡിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോപ്പും ബോട്ടവും ആണെങ്കിൽ നെക്സ്റ്റ് പ്രോപ്പർട്ടി റൈറ്റും ലെഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് 4 കൊടുക്കാൻ പറ്റും, 2 നമുക്ക് പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് മാർജിനും പാഡിങ്ങിലും എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ ബോക്സ് മോഡൽ എന്ന് കുറേ നേരമായിട്ട് ഇതിങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് ഇൻസ്പെക്റ്റ് വെച്ച് നമുക്കതിനെ കാണാൻ പറ്റും. ഞാൻ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മാറ്റുവാണേ. ഈ ഒരു മാർജിൻ കൊടുത്തിരിക്കുന്നതും പാഡിങ് കൊടുത്തിരിക്കുന്നതും നമുക്ക് പഴയ പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത സാധനം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻസ്പെക്ട് എടുത്ത് നോക്കിയതിന് ശേഷം നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻസ്പെക്ട് എടുക്കുമ്പോൾ കണ്ടില്ല, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനുള്ളിൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റും വിഡ്ത്തും എത്രയാണ്? 300 പിക്സൽ ആണല്ലേ. ഈ 300 പിക്സൽ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഹൈറ്റും വിഡ്ത്തും 300 × 300 കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പാഡിംഗ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബോർഡർ 5 പിക്സൽ കൊടുത്തിട്ടുണ്ട്. അവിടെ 4.480 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 5-ന് അടുത്തേക്കുള്ള ഒരു വാല്യൂ ആണ് അവിടെ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ബ്രൗസർ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. അതുകൊണ്ടാണ് അവിടെ 4.480 എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരിക്കുന്നത്. ബട്ട് വിഷ്വലി അത് ഓക്കെ ആയിരിക്കും. 500 പിക്സൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് മാർജിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് കൊടുത്തിരിക്കുന്നത്? മാർജിൻ നമ്മൾ കൊടുത്തിട്ടില്ല. മാർജിൻ പക്ഷേ 16 പിക്സൽ ടോപ്പും ബോട്ടവും അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് എവിടെ നിന്നെങ്കിലും സ്റ്റൈൽ കയറി വരുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്കത് ഇഗ്നോർ ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത്. ഇവിടെ ഞാൻ ഇപ്പോൾ പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് ഒരു 10 പിക്സൽ കൊടുത്തു. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പാഡിങ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ചുറ്റിനുള്ള പാഡിങ് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എല്ലാം തന്നെ 10 പിക്സലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഈ ബോക്സിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ P സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സ് ആണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ H1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ H1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോക്സ് ആയിരിക്കും ഇവിടെ കാണിച്ചു തരിക.
അപ്പോൾ പി ടാഗ് ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് അതിനനുസരിച്ചുള്ള ബോക്സിനകത്ത് 10 പിക്സൽ അതുപോലെ തന്നെ പാഡിങ് നമ്മളിപ്പോൾ വന്നത് ആഡ് ചെയ്ത് കൊടുത്തത് അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മാർജിൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. മാർജിൻ എന്ന് പറയുന്നത് ഒരു 20 പിക്സൽ കൊടുക്കാം. 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മാർജിനും നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതായത് മാർജിൻ 20 പിക്സൽ, ബോർഡർ കൊടുത്തിട്ടുണ്ട്, പാഡിങ് കൊടുത്തിട്ടുണ്ട്, 300 പിക്സൽ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ആക്ച്വൽ സൈസ് ആണോ? ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബോക്സ്, അതായത് ഈ ഒരു പി ടാഗിൻ്റെ ഫുൾ ഹൈറ്റ് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് വാല്യൂസ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ കൊടുത്തിരിക്കുന്ന 300 പിക്സൽ അല്ല അവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 പിക്സൽ പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 4 പ്ലസ് 4 5 പ്ലസ് 5, അതായത് ഹൈറ്റ് നോക്കുവാണെങ്കിൽ എത്ര? 300 പ്ലസ് 20 പ്ലസ് അവിടെ 10 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസ് 300 ആണ്. അപ്പോൾ 300 സൈസ് തന്നെ നമുക്ക് കിട്ടണം. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത്, ഈ ഹൈറ്റ് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പാഡിങ്ങും ബോർഡറിൻ്റെ തിക്നെസ്സും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 300 മേളിലേക്ക് ആ ഒരു സൈസ് പോകുന്നുണ്ട്. നിങ്ങളോട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ഈ ഒരു പ്രോബ്ലത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂണിവേഴ്സൽ സെലക്ടർ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെലക്ടർ കൊടുത്തതിന് ശേഷം ഇവിടെ ബോക്സ് സൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആ പ്രോപ്പർട്ടി കൊടുത്ത് സേവ് ചെയ്തപ്പോൾ തന്നെ അവിടെ വാല്യൂവിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ആ വാല്യൂവിൽ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നത്? അതായത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയി. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സാക്റ്റ് ഹൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് 271 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 271 പ്ലസ് 10 പ്ലസ് 5 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 5 പ്ലസ് 5 കൊടുത്തു കഴിഞ്ഞാൽ 300 പിക്സൽ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് ഇപ്പോൾ സൈസ് അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളിപ്പം പാഡിങ്ങും മാർജിനും ഒക്കെ എത്ര കൊടുക്കുന്നു എന്നുള്ളത് കാര്യമില്ല. പക്ഷേ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് തന്നെയായിരിക്കും. അതിനുവേണ്ടിയാണ് ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത്. നമ്മളെപ്പോൾ ഒരു CSS പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഈ ഒരു ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ വേറെ 2 പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ ഡീഫോൾട്ടായിട്ട് കൊടുക്കാറുണ്ട്. പാഡിങ് 0, അതുപോലെ തന്നെ മാർജിൻ 0 എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാഡിങ്ങും മാർജിനും 0 ആക്കി കൊടുക്കുന്നതിൻ്റെ കാര്യം, നമുക്ക് HTML നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, HTML ഒരു എലമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ ഡീഫോൾട്ടായിട്ട് ആ എലമെൻറ്റിനെല്ലാം ഒരു പാഡിങ്ങും മാർജിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡിവിനാണെങ്കിൽ ആ ഡിവിന് ഒരു പാഡിങ്ങും മാർജിനും ഇപ്പോൾ 5 പിക്സൽ അല്ലെങ്കിൽ 10 പിക്സൽ സെറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന പാഡിങ്, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 10 പിക്സലിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 10 പിക്സൽ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 പിക്സൽ പ്ലസ് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 10 പിക്സലൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അവിടെ നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സൽ സെലക്ടറിനകത്ത് എല്ലാ എലമെൻസിൻ്റെയും കൂടെ മീൻസ് നമ്മളുടെ പ്രൊജക്റ്റിലുള്ള എല്ലാ എലമെൻസിൻ്റെയും പാഡിങ്ങും മാർജിനും ഇനിഷ്യലി നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് ആയിട്ട് സെറ്റ് ചെയ്തു. ഇത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തല്ല, നമ്മളൊരു പാഡിങ്ങും മാർജിനൊക്കെ സെറ്റ് ചെയ്ത് ഒരു എലമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിനിഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ മാറി വേറെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എലമെൻറ്റ്സ് അലൈൻ ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ കിടക്കും. അപ്പോൾ അതിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലും ഈ ഒരു പ്രോപ്പർട്ടി അതിനെല്ലാം യൂണിവേഴ്സൽ സെലക്ടറായിട്ട് കൊടുത്തിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾ സ്റ്റൈൽ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ബോക്സ് മോഡൽ, ബോക്സ് സൈസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് പഠിച്ചത്. അതിൽ മാർജിൻ, പാഡിങ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ സെലക്ടറിൽ ബോക്സ് സൈസിങ് കൊടുക്കുന്നത്, അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്, അതിൻ്റെ കാൽക്കുലേഷൻ, വാല്യൂവിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രോപ്പർട്ടി തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം വാല്യൂവിൽ വരുന്ന വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഫ്രീ ലേണിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് വെബ്നെസ്റ്റിൻ്റെ. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക. അപ്പോൾ അതിനുള്ള ആൻസർ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങളവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നിങ്ങൾ അതിനകത്തിൽ
വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ അതിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് പൊസിഷനിങ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.